കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കർമ്മം ചെയ്തിട്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പ്രധാനമായിട്ടും ശുക്രസംഖ്യയെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. അത് ഏകദേശം 90% പേർക്കും നല്ല റിസൾട്ട് കിട്ടിയെന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. ചിലർ ലോട്ടറി അടിച്ചു എന്ന് പറയുന്നു. എന്നാലും കൊള്ളാം, നന്നായിരിക്കട്ടെ എല്ലാവരും. ഞാൻ എപ്പോഴും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അത് ഒന്നുകിൽ ഞാൻ പരീക്ഷിച്ച് നോക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 10-15 പേരെ കൊണ്ട് ചെയ്യിച്ചതിന് ശേഷം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഏകദേശം ഒരു സക്സസ് ആയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞു വരുന്നത്. എന്നാൽ ചിലർക്കത് ഓക്കെ ആയിട്ടില്ല, അല്ലെങ്കിൽ ചിലർക്കത് നടന്നിട്ടില്ല. അതിന് ഒരു കാരണം കൂടിയുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതീവ വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് മറ്റൊരു കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കുറച്ച് പേര് ചെയ്തു നോക്കി, റിസൾട്ട് ഉണ്ട്. എന്നാൽ റിസൾട്ട് കിട്ടാത്ത ചിലരുണ്ട്. അതിൻ്റെ കാരണം കൂടി അന്വേഷിച്ചപ്പോഴാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമസ്കാരം, രുദ്രധാരയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് കടുക് പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു കർമ്മമാണ്, അല്ലെങ്കിൽ കടുക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കർമ്മമാണ്. ഇപ്പം ഇത് നിരവധി പേര് ചെയ്തു. ഏകദേശം കുറച്ചാളുകൾ കൊണ്ട് ചെയ്യിച്ചു. അതിനുശേഷം അവരുടെ എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്? ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാം എന്നുള്ളതാണ്. സ്ത്രീകൾക്കാണ് കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് നല്ല വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വിശ്വാസം എന്ന് പറയുന്നത്, ഈ തമിഴിലൊരു ചൊല്ലുണ്ട്, കല്ല് കണ്ടാൽ നായെ കാണില്ല, നായെ കണ്ടാൽ കല്ല് കാണില്ല എന്ന് പറയും. രണ്ടും ഒരുമിച്ച് വേണം. അത് തമിഴ്നാട്ടിലെ ഒരു ചൊല്ലാണ്. തമിഴ്നാട്ടിലെ ചൊല്ല് പറഞ്ഞപ്പോഴാണ് അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നമ്മുടെ ഈ കർമ്മത്തിലേക്ക് തന്നെ പോവാം. തിരുക്കുറൾ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിനെക്കുറിച്ച്. തിരുവള്ളുവർ എഴുതിയതാണ്. അതിൽ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരു കല്ലിനെ കല്ലായിട്ട് കാണാൻ പറ്റും. ആ കല്ലിനെ തന്നെ നമുക്ക് ഈശ്വരനായിട്ട് കാണാൻ പറ്റും. ശിലയെ ശിലൈ എന്ന് പറയും. ശിലയായിട്ടും കാണാം, അതിനകത്ത് ദൈവാംശം കാണാം. ശിലയായിട്ട് കാണാൻ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാം. എന്നാൽ അതിന് ദൈവിക ശക്തിയുണ്ട് എന്ന് കാണണമെങ്കിൽ നമ്മുടെ ഇൻസൈറ്റ് അഥവാ അകക്കണ്ണ് ഉപയോഗിച്ച് കാണണം. അതാണ് പറയുന്നത്. ഏതൊരു വസ്തുവിനും ഒരു ദൈവിക ശക്തി ഉണ്ട് എന്ന് തിരുക്കുറളിൽ പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പറഞ്ഞു വരുന്നത്, കടുക് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന കടുക്, സാധാരണ കടുക്. കടുകിന് നമുക്കറിയാം, പണ്ടത്തെ കഥ അറിയാലോ. എന്താ, നിലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വഴക്കുണ്ടാവും, അല്ലേ? ദോഷമാണ്. ഒരിക്കലും അത് ചവിട്ടാനോ പാടില്ല, നിലത്ത് വീഴാനും പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കടുക് മണിയിൽ നിന്നാണ് വലിയ സസ്യം അതിനകത്തുണ്ടാകുന്നത്. അപ്പോൾ കടുകിന് ഭയങ്കര പ്രാധാന്യം, ദൈവികപരമായിട്ടുള്ള പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണേറ് ദോഷത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ ഉപയോഗം. ഈ കർമ്മവും അതുപോലെ വളരെ ശ്രദ്ധിച്ച് അതീവ വിശ്വാസതയോടുകൂടി വേണം നമ്മൾ ചെയ്യുവാൻ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം 100 ഗ്രാം കടുക് മേടിക്കുക. പുതുതായിട്ട് മേടിക്കുക, ഉപയോഗിച്ചൊന്നും എടുക്കണ്ട. പുതുതായിട്ട് നമ്മൾ കടയിൽ നിന്ന് 100 ഗ്രാം, ഈ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ 100 ഗ്രാം മേടിക്കുക. മേടിച്ചിട്ട് നല്ല ഒരു ടിന്നെടുക്കുക. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡപ്പ എടുക്കുക. അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ആയാലും മതി. ഗ്ലാസിൻ്റെയാണ് കുറച്ചുകൂടെ നല്ലത്. ചെറുതായിരിക്കണം, അതായത് 100 ഗ്രാം കൊള്ളുന്നതായിരിക്കണം. ഒരുപാട് അങ്ങ് വലുതാവരുത്, ചെറുതായിരിക്കണം. എന്നിട്ട് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ, നിങ്ങളുടെ ഇഷ്ടം ഏതാണ്, ഏത് ദിവസമാണോ, ഒന്നുകിൽ ചൊവ്വ എടുക്കാം അല്ലെങ്കിൽ വെള്ളിയാഴ്ച എടുക്കാം. ആ ദിവസത്തിൽ രാത്രിയിൽ 8 മണി കഴിഞ്ഞിട്ട്, രാത്രിയിലാണ് കേട്ടോ, രാത്രിയിൽ 8 മണി കഴിഞ്ഞതിന് ശേഷം, നിങ്ങളുടെ പൂജയും കാര്യങ്ങളും പൂജാമുറിയിലുള്ള പരിപാടി എല്ലാം കഴിഞ്ഞ് നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ ഈ കടുക്, മേടിച്ചു കൊണ്ടുവന്ന കടുക് ഈ പാത്രത്തിലേക്ക് ഇടണം. ഇതാരെയും കാണിച്ചുകൊണ്ടൊന്നും ചെയ്യേണ്ട കാര്യമല്ല. ഈ ഡപ്പയിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം നിങ്ങളിത് ഇടുമ്പോൾ അതീവ ശുദ്ധിയും വൃത്തി ഉണ്ടാവുക. എന്ന് വെച്ചാൽ സ്നാനം കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഒരു 5-ന്റെ കോയിൻ എടുക്കുക. 5-ന്റെ തന്നെ വേണം കോയിൻ എടുക്കുക. കോയിൻ എടുത്തിട്ട് അന്ന് രാത്രി, ഏത് ദിവസം, ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച, ഈ കടുകിനുള്ളിലേക്ക് താഴ്ത്തി വെക്കുക. എന്നിട്ട് ഈ ഡപ്പ അങ്ങ് അടയ്ക്കുക. അടച്ചതിന് ശേഷം വേണമെങ്കിൽ പൂജാ റൂമിലോ, അതല്ലെങ്കിൽ അടുക്കളയിലോ, അതല്ലെങ്കിൽ കിടക്കുന്ന റൂമിലോ നിങ്ങൾക്ക് വെക്കാം. കിടക്കുന്ന റൂമിൽ വെക്കുമ്പോൾ തലയ്ക്ക് ഭാഗത്ത് വെക്കാൻ നോക്കുക. തലയുടെ ബാക്ക് സൈഡിലായിരിക്കണം വെക്കേണ്ടത്.
അടുക്കളയിലാണെങ്കിൽ അടുപ്പിനോട് ചേർന്ന് അല്ലെങ്കിൽ ഈ ഉപ്പ് ഭരണിയൊക്കെ ഇരിക്കുന്ന ഭാഗത്തായിരിക്കണം വെക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ വെക്കാം. എന്തായാലും ഞാൻ പൂജാമുറിയിൽ വെക്കാൻ അത്രയും പറയുന്നില്ല. പൂജാമുറിയിൽ നിങ്ങൾ വെക്കണമെന്നില്ല. നിങ്ങൾ അടുക്കളയിലോ അല്ലെങ്കിൽ കിടപ്പുമുറിയിലോ വെക്കുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വെക്കുക. ഇതേ സംഭവം ഇത് വെക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. എന്താണ്? സമ്പത്തുണ്ടാവുക എന്നുള്ളതാണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് അതായത് ഒരു കടുകുമണിയിൽ നിന്നും എങ്ങനെയാണോ ഒരു വലിയ സസ്യം മുളച്ചു വരുന്നത് അതുപോലെ സാമ്പത്തിക ഭാഗ്യം ഉണ്ടാവുക. ഇത് കൂടുതലും ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ്. അതുപോലെ കുട്ടികൾ ചെയ്തപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഇതിനകത്ത് നല്ല റിസൾട്ടാണ് വന്നത്. പക്ഷേ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് അത്രയും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് എപ്പോഴും ചെയ്യേണ്ടത് വിശ്വാസം വേണം എന്നുള്ളതാണ്. എങ്കിലേ ചെയ്യാവൂ. അപ്പോൾ നമ്മളിത് കൊണ്ടുചെന്ന് വെക്കുന്നു. ഒരു ദിവസം ചെയ്തു. ഇപ്പം നിങ്ങളൊരു ചൊവ്വാഴ്ചയാണ് ചെയ്തെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച വീണ്ടും ഇതേ സമയത്ത് ഇത് ആവർത്തിക്കുക. വെള്ളിയാഴ്ചയാണ് ചെയ്തതെങ്കിൽ വീണ്ടും അടുത്ത ചൊവ്വ വെള്ളി ഇതിങ്ങനെ ഈ 5 രൂപ കോയിൻ വെച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. എത്ര നാൾ ഇടണം എന്നുള്ളതാണ്. 8 ദിവസങ്ങളിലാണ് ഇടേണ്ടത്. 8 ദിവസം. ആഴ്ച 2 വട്ടം ഇടാലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു മാസം എത്ര നോക്കാൻ പറ്റും? ആഴ്ചയിൽ 2 ദിവസം വെച്ച് ഒരു മാസം 8 ദിവസം. 8 ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇടാൻ പറ്റും. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇപ്പം നിങ്ങളൊരു വെള്ളിയാഴ്ച ഇട്ട് തീർന്നു. പിന്നെ അടുത്ത ചൊവ്വാഴ്ചയാണ് വരുന്നത്. ആ ചൊവ്വാഴ്ച ഇതെടുക്കുക. ഈ പൈസ ഇത്രയും നിങ്ങൾ ഇനി എടുക്കുക. ഈ 5-ൻ്റെ കോയിൻ ഏകദേശം ഒരു 40 രൂപയോളം ഉണ്ടാവും. ആ കോയിൻ എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട്, ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക എന്നുള്ളത്. ക്ഷേത്രത്തിലല്ല ഇത് സമർപ്പിക്കേണ്ടത്. ഇത് നിങ്ങൾ സമർപ്പിക്കേണ്ടത് ഭിക്ഷാന്തഹികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്ഷേത്രങ്ങളുടെയൊക്കെ മുമ്പിൽ ഇരിക്കുന്നവർ കണ്ടിട്ടില്ലേ, ഭിക്ഷ യാചിച്ച് അംഗഭംഗം വന്നവരൊക്കെ ഇല്ലേ, അവർക്ക് ഇത് കൊടുക്കുക. ഈ പൈസ കൊടുക്കുക എന്നുള്ളതാണ്. പൈസയോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും മേടിച്ചു കൊടുത്താലും മതി. 40 രൂപയ്ക്കൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൈസയായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കൊണ്ടുചെന്ന് ഇവർക്ക് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ചയാണ് ഇട്ട് തീർന്നതെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച എടുക്കുക. ചൊവ്വാഴ്ചയാണ് തീർന്നതെങ്കിൽ 40 രൂപയായത് അല്ലെങ്കിൽ 8 കോയിൻ ആയെന്നുണ്ടെങ്കിൽ അടുത്ത വരുന്ന വെള്ളിയാഴ്ച എടുക്കുക. അന്ന് എടുത്തതിന് ശേഷം ഇത് കൊണ്ടുവന്ന് ഈ പൈസ കൊണ്ടുവന്ന് കൊടുക്കുക. ശേഷം ഈ നമ്മൾ വെച്ചിരുന്ന ഈ കടുകുണ്ടല്ലോ, ആ കടുക് ഒഴുകുന്ന വെള്ളം എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും കാലിൽ ഇത് പതിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കാണുന്ന സ്ഥലത്ത് ഇത് കളയരുത്. നമ്മൾ ഒരിക്കലും ചവിട്ടാൻ പാടില്ല അതിന്. അപ്പോൾ ആ രീതിയിൽ ഒഴുകുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു കാരണവശാലും ആരും ചെല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇത് കളയാം. ഏതെങ്കിലും ചെടിയുടെ മുട്ടിലിട്ടാലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതീവ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. ഇനി നമുക്ക് ചോദിക്കാം, സ്ത്രീകൾക്ക് ഇത് ചെയ്യുമ്പോൾ ഈ പീരീഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇത് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത്. നിങ്ങൾ പീരീഡ്സ് വരുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ ആ ആഴ്ച അത് ചെയ്യണ്ട. തൊട്ടടുത്ത ഇത് മാറുന്ന വരുന്ന എപ്പോഴാണോ അപ്പം മുതൽ കണ്ടിന്യൂ ചെയ്താൽ മതി. മനസ്സിലായോ? അതായത് നിങ്ങൾ എത്ര ദിവസമാണോ മുടങ്ങിയത് അത്രയും കൂടെ ചേർത്ത് അങ്ങിട്ടാൽ മതി. അല്ല വേറൊന്നുമില്ല. ഇപ്പോൾ 2 ദിവസം നിങ്ങൾക്ക് പറ്റിയില്ല, ഒരാഴ്ച തന്നെ 2 ദിവസം നിങ്ങൾക്ക് പറ്റിയില്ല, ആ 2 കൂടെ ചേർത്ത് എക്സ്ട്രാ അങ്ങ് ഇട്ടാൽ മതി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രയോഗത്തിൻ്റെ. ഇത് ഉപയോഗിച്ചവർ അല്ലെങ്കിൽ ഇത് ചെയ്തവർ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റിസൾട്ട്, അതായത് കിട്ടാനുള്ള പൈസകൾ കിട്ടിയതായിട്ടും അതുപോലെ എന്താ പറയുക, അവിചാരിതമായിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടായതായിട്ടും സ്വർണം മേടിച്ചതായിട്ടും പെട്ടെന്ന് ഒരു മകളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഇതേ സംഭവം പറഞ്ഞു കൊടുത്ത് അവർ ചെയ്തു. അവർക്കും അനുകൂലമായിട്ടുള്ള റിസൾട്ടുകൾ വന്നു. അവർ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ചിലർക്കിത്, ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷിച്ച് വ്യാകുലപ്പെട്ട് ഇങ്ങനെ കൊണ്ടോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിന് ഒരു കാന്തിക ശക്തിയുണ്ട്. ഞാൻ പറഞ്ഞത് ഈ തിരുക്കുറലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിൽ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ കോടീശ്വരനാണ് എന്ന് പറയണോ എന്ന് പറയും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാശില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാശ് ഉണ്ടാവില്ല. അപ്പം കോടീശ്വരനാണ്, ഞാൻ സമ്പന്നനാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ലോ ഓഫ് അട്രാക്ഷനാണ് ആക്ച്വലി അത്. അതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അനുസൃതമായിട്ട് നമ്മൾ തന്നെ വളരും. സ്വാഭാവികമാണത്. നമ്മൾ കേട്ടിട്ടില്ലേ, 1000 വട്ടം ഒരു കാര്യം പറയുമ്പോൾ സത്യമായിട്ട് മാറുമെന്നുള്ളത് എന്ന് പറയുന്നത് പോലെ അത് അങ്ങനെ സംഭവിക്കും. അത് തന്നെ. പക്ഷെ അത് ആ രീതിയിലല്ല തിരുക്കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈശ്വരൻ, ഞാൻ കോടീശ്വരൻ. ആ കോടി എന്ന് പറയുന്ന വാക്കിന് ഭയങ്കര പവിത്രതയുണ്ട്.
കോടികളുള്ളവനെയല്ലേ ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരൻ അതാണ് ഞാൻ കടവുൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ വരി, തിരുക്കുറലിലെ വരിയാണത്, ഞാൻ കടവുൾ എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ അഹം ബ്രഹ്മാസ്മി, സംസ്കൃതത്തിൽ എന്താ, ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ ദൈവമാകുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. അത് തന്നെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നേ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു കർമ്മത്തിനെ കുറിച്ചാണ്. ഈ ഒരു കർമ്മം അതീവ ജാഗ്രതയോടെ തന്നെ ചെയ്യുക, അതീവ വിശ്വാസതയോടുകൂടി ചെയ്യുക, മുടങ്ങരുത് യാതൊരു കാരണവശാലും. അത് അർത്ഥം സംബന്ധിച്ച് മുടങ്ങുന്നത് കുഴപ്പമില്ല, അല്ലാതെ ഇത് എന്താ പകുതിക്ക് ഇട്ട് വലിയ മാറ്റമൊന്നും വന്നില്ല അങ്ങ് നിർത്തി, അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഒരു കാരണവശാലും. ഒരു സംഭവം ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമാക്കുക. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി 8 മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് പറ്റുന്നില്ല എന്നിരിക്കട്ടെ, ഇന്നത്തെ ദിവസം എനിക്ക് വെള്ളിയാഴ്ച രാത്രി പറ്റത്തില്ല, എനിക്ക് രാവിലെ പറ്റത്തുള്ളൂ, ഒരു കുഴപ്പവും ഇല്ല. 6-നും 7-നും ഇടയ്ക്കുള്ള സമയം നോക്കി ചെയ്യുക. രാവിലെ 6-നും 7-നും ഇടയ്ക്കുള്ള സമയം, ആ സമയം ചെയ്യാവൂ. 6-നും 7-നും ഇടയ്ക്കുള്ള സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണോ. അസ്തമയ സമയത്ത് ചെയ്തുകൂടാന്നേ ഉള്ളൂ. അസ്തമയം കഴിഞ്ഞിട്ട്, അതാ ഞാൻ 8 മണി പറഞ്ഞത്. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഇത് ചെയ്യാം. അതായത് 6-നും 7-നും ഇടയ്ക്കാണല്ലോ ഉദയം എന്ന് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾക്കിത് എന്ത് ചെയ്യാം. അപ്പോൾ ഈ 2 സമയവും നിങ്ങൾക്ക് ഉപയുക്തമാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ കടുക് കൊണ്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, 100 ഗ്രാം കടുകും 5-ന്റെ കോയിനും മതി, 40 രൂപയും മതി, അതായത് ഒരു മാസത്തേക്ക്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി അനുഭവപ്പെടുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, സ്ഥിരമാക്കാം ഈ പരിപാടി. സാമ്പത്തികമായിട്ട് മുട്ട് ഉണ്ടാവില്ല. എവിടുന്നും എങ്ങനെയും പൈസ വരും. അതായത് ഈ വീട്ടിലെ സ്ത്രീകളുടെ കയ്യിൽ എങ്ങനെ ആയാലും, ഏതൊരു സ്ത്രീ എടുത്താലും അവരുടെ കയ്യിൽ എടുക്കാതെ വെച്ചിരിക്കുന്ന പൈസ ഉണ്ടാവും. അതായത് അവർക്കൊരു എന്താണ് പറയുന്നത്, ഫിക്സഡ് ആണത്. അത് ചിലപ്പോൾ വീട്ടിലുള്ള പുരുഷന്മാർക്ക് പോലും അറിയണ്ടാവില്ല. അങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് അവരുടെ കയ്യിൽ ഉണ്ടാവും. അവ എന്ത് വന്നാലും എടുക്കത്തില്ല. അത്രയ്ക്ക് വലിയൊരു പ്രശ്നം വരുമ്പോഴായിരിക്കും അവരത് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് വരെ എന്ത് ചെയ്യും, കൂടി വരും. അതാണ് ഈ പറയുന്നത്. സ്ത്രീകൾക്കാണ് ഇത് പൊതുവേ ഇത് കൂടുതലായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. അതുപോലെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ പേഴ്സിനകത്തൊക്കെ പൈസ വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ പണ്ടുള്ളവർ വയ്ക്കുന്നത് അരിക്കലത്തിനകത്ത് കൊണ്ടുവന്ന് പൈസ വെക്കുമായിരുന്നു. അത് അന്നത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് അവരതങ്ങ് വെക്കുന്നത്. ശരിക്കും ഈ പണം വെക്കാനുള്ള പ്രധാനപ്പെട്ട സ്ഥലം, നിങ്ങൾ അടുക്കളയാണ് വെക്കുന്നതെങ്കിൽ അത് കടുക് തന്നെയാണ് ഏറ്റവും ഉത്തമം കേട്ടോ. അതിനകത്ത് വയ്ക്കാം. അതുപോലെ മഞ്ഞളിനകത്ത് വയ്ക്കാം. മഞ്ഞൾ പൊടിയല്ല, സാധാ മഞ്ഞൾ, അതിനകത്തും വയ്ക്കാം. കാരണം അത്ര പവിത്രത ഉള്ള സാധനമാണ്. അതുപോലെ എള്ളിനകത്ത് നമുക്കിത് സൂക്ഷിക്കാം എന്നുള്ളതാണ്. പണത്തിനെ നമ്മൾ കാണുന്നത് മഹാലക്ഷ്മി ആയിട്ടാണ്. നമ്മളതിനെ പണ്ട് വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു, ചക്രം എന്നാണ് പറയുന്നത്. ചക്രം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ കയ്യിൽ ഇത് കറങ്ങിത്തിരിഞ്ഞ് വരണം. നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും ഈ സാധനം കറങ്ങിത്തിരിഞ്ഞ് വരണം. അതുകൊണ്ട് അതിനെ ചക്രം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലേ. പല പേരുകളിൽ ഇതിനെ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ 5-ന്റെ കോയിൻ. ഇനി ഈ നമ്മുടെ ഈ ശുക്രസംഖ്യയെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ പലരും ചോദിച്ചിരുന്നു, ഞങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ, UAE-യിലുള്ളവരുണ്ട്, അതുപോലെ US-ലുള്ളവരുണ്ട്, അവരൊക്കെ ഇങ്ങോട്ട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് അവിടെ കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം UAE പോലത്തെ സ്ഥലമാണെങ്കിൽ കോയിൻ ഉണ്ടല്ലോ, 25-ന്റെയും 50-യുടെയും കോയിൻസ് ഉണ്ടല്ലോ, അത് വെക്കാം. 50-യുടെ തന്നെ കോയിൻ വയ്ക്കാം. നോട്ട് ആണെന്നുണ്ടെങ്കിൽ ദർഹം, ഈ 50-ന്റെ ദർഹം വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ 5-ന്റെ ദർഹം വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് നോട്ടങ്ങ് വെച്ചാലും മതി. ഏറ്റവും ഉത്തമം കോയിൻ തന്നെ വയ്ക്കുന്നതാണ്. കോയിൻ 50-യുടെ ആണെന്നുണ്ടെങ്കിൽ അത് വയ്ക്കുന്നതായിരിക്കും ഉത്തമമെന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ കടുകിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നല്ല തികഞ്ഞ ഒരു വിശ്വാസത്തോടു കൂടി ലക്ഷ്മി ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. ലക്ഷ്മി ദേവി ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവി, പ്രത്യേകിച്ച് ധനലക്ഷ്മിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ പറയുന്ന കോയിൻ അതിലേക്ക് താഴ്ത്തി വയ്ക്കുമ്പോൾ ഇതിൽ 1000 മടങ്ങായിട്ട് എനിക്ക് തിരിച്ച് കിട്ടണം എന്നുള്ളത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ കോയിൻ അതിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു ദാനം ചെയ്യുക. ഇത് നിങ്ങൾ മറ്റൊരു ആവശ്യത്തിന് ഉപയോഗിക്കരുത്. ഈ പൈസ നിങ്ങളെടുത്ത് ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് ഇതങ്ങോട്ട് കൊടുക്കുക. ഇനി അതല്ല, ആ പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരാൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 40 രൂപയ്ക്ക് നമുക്കൊന്നും മേടിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിന് കൂടെ കുറച്ച് പൈസയും കൂടി ഇട്ടിട്ട്, നമ്മുടെ സ്വന്തം പൈസയും കൂടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും മേടിച്ച് ഒരാൾക്ക് കൊടുക്കാം. അപ്പോൾ ദാനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ശക്തിയുള്ള കാര്യമാണ്. അത് ഒരാൾക്കത് ചെയ്തു കഴിഞ്ഞാൽ, മനസ്സറിഞ്ഞാ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 1000 മടങ്ങായിട്ട് തന്നെ തിരികെ വന്നിരിക്കും, ഒരു സംശയമില്ല. നിങ്ങൾക്കറിയാലോ, ഗുരുവായൂർ ചെന്നാൽ പോലും 18 പ്രദക്ഷിണം കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്, ഭഗവത്ഗീത ദാനം ചെയ്യണമെന്നാണ് പറയുന്നത്. പോയവർക്കറിയാം, അങ്ങനെ ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അവിടെ.
അപ്പോൾ അന്ന് പറഞ്ഞതുപോലെ ദാനത്തിന് ഭയങ്കര പ്രാധാന്യമാണുള്ളത്. ശനിദോഷമൊക്കെ ഉള്ളവർക്ക് അത് മാറുന്നതിന് വേണ്ടിയിട്ട് എള്ള് ദാനം ചെയ്യുക, കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുക, ശനിയാഴ്ച നോക്കി ദാനം ചെയ്യുക എന്ന് പറയും. അതുപോലെ ബ്രാഹ്മണന് ദാനം ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബ്രാഹ്മണന് ദാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ നിൽക്കുന്ന പൂജാരിക്ക് കൊണ്ടിന്ന് പൈസ കൊടുക്കുക എന്നുള്ളതല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണനായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ബുക്കും പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കുക. അതൊക്കെ ദാനത്തിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പണം കൊണ്ട് മറ്റൊരാൾക്ക് ഒരു നേരത്തെ വിശപ്പടക്കാനോ മറ്റൊരാൾക്ക് എന്തെങ്കിലും ജീവിതത്തിന് പറ്റുന്ന ഒരു കാര്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്തവർക്കെല്ലാം ഒരുവിധം പോസിറ്റീവ് റിപ്പോർട്ടാണ് വന്നത്. റിപ്പോർട്ട് വരാഞ്ഞത്, നെഗറ്റീവ് റിപ്പോർട്ട് വന്നത് എന്നുള്ളത് വേറൊന്നുമല്ല, വിശ്വാസമില്ലാതെ ചെയ്തിട്ട് തന്നെയാണ്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി കർമ്മങ്ങൾ നിർവഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.